പ്രൈസ് ഗാഡ്. കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുവാൻ ഈ മാധ്യമത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നിങ്ങളെ ക്ഷേമത്തോടെ പരിപാലിച്ചു വരുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റുള്ള കടപ്പാടുകളെക്കാൾ പ്രാർത്ഥന എന്നൊരു കടപ്പാട് ഉണ്ടല്ലോ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പരസ്പരം പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ അന്ത്യനാളുകളിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒരുക്കപ്പെടേണ്ട മേഖലകളിൽ ഒരുക്കുക, വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നുള്ള സന്ദേശങ്ങളാണ് ഈ ദൈവവചന ചിന്തകളിലൂടെ ഞാൻ ഈ ദിവസങ്ങളിലായി സംസാരിപ്പാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തിരുവചനത്തിലൂടെ പ്രകാശിപ്പിച്ച ഒരു ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമാകുമെങ്കിൽ അല്പനിമിഷങ്ങൾ കൊണ്ട് ആമേൻ പ്രാർത്ഥനയോടെ വളരെ പ്രാർത്ഥനയോടെ ദൈവവചന ചിന്തയെ നിങ്ങളുടെ മുന്നിൽ ഈ മാധ്യമത്തിലൂടെ പറയുന്നു. വളരെ ശ്രദ്ധയോടെ വളരെ ഈ ഭാഗങ്ങൾ മുഴുവനായി കേൾക്കുന്നവർ മുഴുവനായി കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹത്തിന് എന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ആശയം സമ്പൂർണ്ണമായി ഗ്രഹിപ്പാൻ ഇടവരുമല്ലോ. കേൾവിക്കാരായിരിക്കുന്ന ദൈവമക്കൾ ഇത് കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം. ലോകത്തിൻ്റെ മക്കൾ അവരവരുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മുൻതൂക്കം കൊടുക്കുമ്പോൾ ഈ അന്ത്യകാലത്ത് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന മാധ്യമങ്ങളിലൂടെ കർത്താവിൻ്റെ കാര്യങ്ങൾ ലജ്ജ കൂടാതെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വാക്കുകൾ കൊണ്ട് വലിയ ചിന്തകളും തോന്നിയില്ലെങ്കിലും ഈ ദൈവവചനം ആഗ്രഹിച്ചിരിക്കുന്ന അനേകരിലേക്ക് അത് എത്തപ്പെടുകയും അത് നിങ്ങളുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹമായി തീരും. നാം ഇന്ന് യോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരാത്മീയ ചിന്ത ആണ് അല്പമിനിറ്റുകൾ കൊണ്ട് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിലെ അതിമനോഹരമായ ഒരു ഗ്രന്ഥമാണ് യോബിൻ്റെ പുസ്തകം. ബൈബിളിൽ 5 കാവ്യങ്ങളുണ്ട്. അതിൽ കാവ്യപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ് യോബിൻ്റെ ഈ പുസ്തകം. യോബിൻ്റെ പുസ്തകം വളരെ പ്രാചീനമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. അതായത് നമ്മുടെ ഗോത്രപിതാവായ അബ്രഹാമിൻ്റെ സമകാലികനായി ഇരുന്ന ഒരു വ്യക്തിയാണെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഊസ് എന്ന ദേശം സീനായി മലയ്ക്ക് കിഴക്കായിരുന്നു എന്നും ചില വാദഗതികൾ നമുക്ക് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. യോബ് എന്ന എബ്രായ പേരിൻ്റെ അർത്ഥം പീഡിപ്പിക്കപ്പെട്ടവൻ. എന്നാൽ അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം വന്നിട്ട് മാനസാന്തരപ്പെട്ടവൻ. അപ്പോൾ ഈ 2 വാക്കുകളും, പീഡിപ്പിക്കപ്പെട്ടവൻ, മാനസാന്തരപ്പെട്ടവൻ, ഈ 2 വാക്കുകളും ഈ പുസ്തകത്തിന് യോജിക്കുക. പ്രതിസന്ധികളിലും പതറാതെ നിൽക്കുവാൻ ദൈവജനത്തെ പ്രോത്സാഹിപ്പിക്കുക. ദൈവം സകല കാര്യങ്ങളും നന്മയാക്കി തീർക്കുമെന്ന് വിശ്വാസികൾക്ക് ബോധം വരുത്തുക. ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കാൻ അവരെ സജ്ജരാക്കുക. ഈ വിഷയങ്ങളാണ്. പ്രൈസ് ഗാഡ്. അപ്പോൾ ഈ യഹൂദ പാരമ്പര്യം അനുസരിച്ച് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ മോശ എന്നാണ്. അപ്പോൾ ഈ പുസ്തകത്തെപ്പറ്റി പറയുന്നത് എഴുതിയ കാലം ഏകദേശം BC 1480 1460 മധ്യയാണ്. ഇത് ഊസ് ദേശത്തിൽ വെച്ച് എഴുതി. നമ്മൾ പലർക്കും ഒരു പുതിയ അറിവായിരിക്കാം. നമ്മുടെ ബൈബിളിലെ ഏറ്റവും പ്രാചീന ഗ്രന്ഥം, അതായത് ഉൽപ്പത്തിയേക്കാളൊക്കെ മുൻപ് നടന്ന, അബ്രഹാമിനെ കാലം മുമ്പ് ജീവിച്ചിരുന്ന ഭക്തനായ ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു പ്രൈസ് ഗാഡ് ഈ യോബ്. അതുകൊണ്ട് തന്നെ എഴുതിയ കാലക്രമം വെച്ച് നമ്മൾ നോക്കിയാൽ ഇത് വേദപുസ്തകത്തിലെ 1ാമത്തെ ഗ്രന്ഥമായി, അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ ചേർക്കേണ്ടിയിരുന്ന, കാലക്രമം വെച്ച് ചേർക്കേണ്ടിയിരുന്ന ഗ്രന്ഥം യോബിൻ്റെ പുസ്തകമാണ്. ആമേൻ. ഈ പുസ്തകത്തിൻ്റെ ചില പ്രാധാന്യങ്ങളാണ്
പ്രാധാന്യതകളാണ് ഞാൻ അല്പനിമിഷങ്ങളായി നിങ്ങളോട് സംസാരിച്ചു വന്നത്. എന്നാൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു ചെറിയ ദൂത് നിങ്ങളുടെ ആത്മമണ്ഡലത്തിൻ്റെ പ്രചോദനത്തിനു വേണ്ടി ഞാൻ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ യോബിൻ്റെ പുസ്തകം 1-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, ഊസ് ദേശത്ത് യോബ് എന്നു പേരുള്ളൊരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു. യോബ് ആരായിരുന്നു എന്നുള്ള ഒരു നല്ല വിവരണം, ഒരു നല്ല സന്ദേശത്തോടെയാണ് യോബിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത്. അപ്പോൾ യോബിൻ്റെ കാലത്ത്, അതായത് ന്യായപ്രമാണം ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ജീവിച്ചിരുന്ന ഒരു ദൈവത്തിൻ്റെ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് യോബിൻ്റെ പുസ്തകം പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലവുമായിട്ട് ഇന്നത്തെ കാലത്തോടുള്ള സാമ്യത്തിൽ ഇന്നത്തെ കാലമായിട്ട് യോബിൻ്റെ പുസ്തകത്തിലെ ഈ 1-ാം അധ്യായത്തെ തുലനം ചെയ്ത് ആത്മാവ് നൽകുന്ന ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കും. അത് നമുക്ക് 2 കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്ന്, യോബ് അവതരിപ്പിക്കുന്ന ആത്മീയത അല്ലെങ്കിൽ ഭക്തി. യോബിൻ്റെ പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ യോബ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അല്ലെങ്കിൽ ഏകദേശം 200 വർഷത്തെ ചരിത്രമാണ് ഈ യോബിൻ്റെ പുസ്തകത്തിലുള്ളത്. അപ്പോൾ യോബിൻ്റെ പുസ്തകത്തിൽ യോബിൻ്റെ ജീവിത അനുഭവങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, അപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു മനുഷ്യനെ ജീവനുള്ള ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന എന്തൊക്കെയാണ് സംഗതികൾ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒരാൾ എത്തപ്പെടേണ്ടതിന് അവൻ്റെ ഭൂമിയിലുള്ള ജീവിതം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും, അപ്പോൾ ആ ജീവിതത്തിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് യോബിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും നീതിമാരായ 2 മനുഷ്യന്മാരെ നമ്മൾ വെച്ച് പഠിക്കുമ്പോൾ യോബും അതിലൊരു പ്രധാന വ്യക്തിയത്രേ. അപ്പോൾ യോബ് അവതരിപ്പിക്കുന്ന ആത്മീയ ഭക്തി, ഞാൻ ആദ്യം അത് പറയുവാൻ ആഗ്രഹിക്കും. യോബ് അവതരിപ്പിക്കുന്ന ഒരു ആത്മീയ ഭക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെ ഉള്ളവനായിരുന്നു? ഒന്ന്, അവൻ നിഷ്കളങ്കനായിരുന്നു. ആ തലമുറയിൽ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. അപ്പോൾ വേദപുസ്തകം ഈ കാര്യം എടുത്തു പറയുന്നെങ്കിൽ യോബിൻ്റെ നിഷ്കളങ്കത എത്ര വലുതെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അപ്പോൾ യോബ് നിഷ്കളങ്കനായിരുന്നു. 2-ാമത്തെ വാക്ക്, അവൻ നേരുള്ളവനായിരുന്നു. അപ്പോൾ ദൈവം പോലും അവനെ എടുത്തു പറയത്തക്ക രീതിയിൽ അവൻ നേരുള്ളവൻ, നിഷ്കളങ്കൻ. അപ്പോൾ യോബിന് ദൈവസന്നിധിയിലുള്ള ദൈവം പറയുന്ന യോഗ്യതകൾ: 1, അവൻ നിഷ്കളങ്കനായിരുന്നു; 2, അവൻ നേരുള്ളവനായിരുന്നു; 3, അവൻ ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു; 4, അവൻ ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അവൻ, എന്നാൽ വിരുന്നു നാളുകൾ വട്ടം തികയുമ്പോൾ യോബ്, പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ ആളയച്ച് അവരെ വരുത്തി വിശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. അപ്പം 3-ാമത്തെ കാര്യം, ശുദ്ധീകരണമുള്ള, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി. അപ്പം വിശുദ്ധി, തൻ്റെ തലമുറകൾ വിശുദ്ധരായിരിക്കണം, അവർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുതെന്നുള്ള ഒരു നല്ല മനസ്സുള്ള വ്യക്തിയായിട്ടാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ അവൻ നിഷ്കളങ്കത, യോബ് അവതരിപ്പിക്കുന്ന ആത്മീയതയും ഭക്തിയും നമ്മൾ ഈ ചെറിയ വാക്കുകൾ അടുത്ത് ചിന്തിക്കുമ്പോൾ, ഒന്ന്, നിഷ്കളങ്കനായിരുന്നു, അവൻ നേരുള്ളവനായിരുന്നു, അവൻ ദൈവഭക്തിക്ക് ആശ്രയം വയ്ക്കുന്നവനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു, ശുദ്ധീകരണമുള്ളവനായിരുന്നു, യാഗം കഴിക്കുന്നവനായിരുന്നു. അപ്പോൾ പഴയ നിയമ യാഗങ്ങളെല്ലാം ദൈവത്തോടൊരു ഭക്തനെ ബന്ധിപ്പിക്കുന്ന അതിപ്രധാന ഘടകങ്ങളായിരുന്നു. അപ്പോൾ ഇതാണ് യോബിൻ്റെ ജീവിതത്തിലെ യോഗ്യത. അതല്ലെങ്കിൽ പിശാചി പോലും അവകാശപ്പെട്ട, ആശ്ചര്യപ്പെട്ട, ദൈവസന്നിധിയിൽ യോബിനെ പറ്റി സാക്ഷ്യം പറഞ്ഞ പഴയ നിയമകാലത്തിൻ്റെ ഏറ്റവും ആരംഭത്തിൽ ജീവിച്ചിരുന്ന ആ ദൈവഭക്തിൻ്റെ ജീവിതത്തിൽ പ്രൈസുള്ളോ. അപ്പോൾ ഈ അധ്യായം തന്നെ നമ്മൾ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്,
ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒരു കാര്യം സൂചിപ്പിച്ചു, യോബ് അവതരിപ്പിക്കുന്ന ഒരു ആത്മീയ ഭക്തി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. ഇവിടെ രണ്ടാമത്തെ കാര്യം, സാത്താൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആത്മീയത, അല്ലെങ്കിൽ സാത്താൻ അവതരിപ്പിക്കുന്ന ഭക്തി, അല്ലെങ്കിൽ ഒരു ഡുവൽ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ട് സ്വഭാവം. അപ്പോൾ യോബ് യോബിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ നാം മുമ്പ് ചിന്തിച്ചു. ഇവിടെ സാത്താൻ മുന്നോട്ട് വെക്കുന്ന വളരെ ആഴത്തിൽ ചിന്തിച്ചാൽ ഇവിടെ സാത്താൻ മുന്നോട്ട് വെക്കുന്നൊരു ഭക്തി, ഒരു ആത്മീയതയൊക്കെ ഉണ്ട്. ആ ആത്മീയത എന്താ? സാത്താന്യ ആത്മീയത എന്താ പറയുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഒരിക്കല് ദൈവപുത്രന്മാര് യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. ദൈവപുത്രന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കൽ ചെന്ന് നിന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്ന് നിന്നു. യഹോവ സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യോബിന്റെ ഈ പുസ്തകം, വേദപുസ്തകത്തിന്റെ ഏറ്റവും പഴക്കമുള്ള ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ തന്നെ സാത്താൻ അവിടെ വരുവാണ്, സാത്താന്റെ പേരവിടെ വരുവാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ സാത്താൻ കടന്നുകൂടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സൂചിച്ചു. അപ്പൊ സാത്താൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആത്മീയത, ആ ആത്മീയതയാണ് ഞാൻ വിശകലനം ചെയ്യാനാകും. എന്താണ് ആ സാത്താൻ വയ്ക്കുന്ന ഒരു ഇത്? സാത്താൻ അവിടെ യഹോവയുടെ സന്നിധിയിൽ നിൽക്കാൻ കഴിയും. പ്രൈസ് ഗോഡ്. യഹോവയുടെ സന്നിധിയിൽ ചെന്ന് നിൽക്കുകയാണ് സാത്താൻ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ വായിക്കുമ്പോൾ സാത്താൻ എവിടെ ആയിരുന്നു? യഹോവയുടെ സന്നിധിയിൽ ദൈവപുത്രന്മാർ നിൽക്കാൻ ചെന്നപ്പോൾ സാത്താനും ചെന്ന് നിന്നു. അപ്പൊ അതിന് മുൻപ് സാത്താൻ എവിടെയായിരുന്നു? ആ സാത്താൻ തന്നെ പറയുന്നു, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്നുത്തരം പറഞ്ഞു. അപ്പൊ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കും. അപ്പൊ ഊടാടി സഞ്ചരിക്കുന്നത് ആരാ? പ്രത്യേകം ജോലിയൊന്നുമില്ല, വേറെ അലസന്മാരാണോ? അലസതയുടെ ഒരു പര്യായമാണ് ഈ ഊടാടി സഞ്ചരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഊടാടി സഞ്ചരിക്കുന്ന ഒത്തിരി ഓരോ, അപ്പോൾ പ്രത്യേക ഉദ്ദേശങ്ങളൊന്നുമില്ല, ഊടാടി സഞ്ചരിക്കുക. അപ്പൊ സാത്താന്റെ അന്നത്തെയും ഇന്നത്തെയും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂമി മുഴുവനും എന്ത് ചെയ്ത? ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. സാത്താന്യ ശക്തികൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുകയാണ്. അതാ അന്ന് യോബിന്റെ കാലം തൊട്ടേ തുടങ്ങിയതാണ്. അപ്പം ഈ ഊടാടി സഞ്ചരിക്കുന്ന ഈ സാത്താന് നമ്മൾ ചിന്തിക്കണം. അവിടെ നമ്മുടെ പ്രധാന ദൈവവചനത്തിന്റെ പോയിന്റ്, നോട്ട് ദ പോയിന്റ് എന്ന് പറയാം, പോയിന്റ് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അപ്പൊ ഈ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്ന സാത്താന് എവിടെ നിൽക്കാൻ കഴിയുന്നു? ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ദൂതന്മാരോടൊപ്പം നിൽക്കാൻ കഴിയുന്നു. അടുത്ത് എന്ത് ചെയ്യാൻ കഴിയുന്നു? ദൈവത്തോട് നേരിട്ട് സംസാരിപ്പാൻ കഴിയുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ സാത്താന് വേറെ ഇതൊന്നുമില്ല, അവൻ ഭൂമിയിലാണ്, യോബും ഭൂമിയിലാണ്, സാത്താനും ഭൂമിയിലാണ്. പക്ഷെ ഈ ഭൂമിയിലായിരിക്കുന്ന യോബിന്റെ ജീവിതത്തിലുള്ള ക്വാളിറ്റി നാം പഠിച്ചു. നിഷ്കളങ്കനാണ്, അവൻ നേരുള്ളവനാണ്, അവൻ ദൈവഭക്തനാണ്, അവൻ ദോഷം വിട്ടകലുന്നവനാണ്, അവൻ ശുദ്ധീകരണം ആഗ്രഹിക്കുന്നവനാണ്, യാഗം കഴിക്കുന്നവനാണ്. അപ്പൊ ഭൂമിയിലാണ് ഈ യോബ് താമസിക്കുന്നത്. അപ്പൊ സാത്താനും ഇതേ ഭൂമിയിലാണ്. പക്ഷെ ഈ സാത്താനെ കുറിച്ച് പറയുന്നത് അവന് വേറെ ഈ സംഗതി ഒന്നുമില്ല, അവൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നു. പ്രൈസ് ഗോഡ്. പക്ഷെ ഊടാടി സഞ്ചരിച്ചെങ്കിലും അവൻ എന്ത് ചെയ്യാൻ പറ്റി? അവന് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാനും ദൈവത്തോട് സംസാരിക്കാനും പറ്റി. യോബിന്റെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ യോബ് ദൈവത്തോട് സംസാരിക്കുന്നത്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് കഷ്ടതകളുടെ ഒക്കെ അവസാന സമയത്താണ്. ഈ പുസ്തക അധ്യായങ്ങൾ, ഒത്തിരി അധ്യായം നിങ്ങൾ വായിക്കണം. ആ അധ്യായങ്ങൾക്ക് ഏറ്റവും ഒടുവിലാണ് യോബ് ദൈവത്തോട് സംസാരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമുക്ക് യോബ് എന്തിനു വേണ്ടിയായിരുന്നു? യോബിന്റെ ജീവിതത്തിൽ പരീക്ഷകളുണ്ടായി, കഷ്ടതകളുണ്ടായി. അപ്പോൾ യോബ് എന്തിനു വേണ്ടിയായിരുന്നു ഈ ദൈവസന്നിധിയിൽ തൻ്റെ നിഷ്കളങ്കത കാത്തു സൂക്ഷിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മാറി വായിക്കണം. യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് തന്നെ അവനെ കാണും. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. അപ്പോൾ യോബ് നിഷ്കളങ്കനായിരിക്കുന്നത്
ദോഷം വിട്ട് ജീവിക്കുന്നത്, വിശുദ്ധിയോടെ അന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ യോബിൻ്റെ ഉദ്ദേശം. അന്ന് യോബിൻ്റെ ജീവിതത്തിൽ ആ കഷ്ടതകളൊക്കെ നേരിട്ടു, തകർച്ചകളുണ്ടായി. അദ്ദേഹം പറയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടുമേ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. അടുത്ത് എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം, എൻ്റെ ത്വക്ക് നശിച്ചു പോയാലും ഞാൻ ഒരു പുതിയ ദേഹത്തോടുകൂടെ എൻ്റെ ദൈവത്തെ കാണും. പ്രൈസ് ഗോഡ്. എനിക്ക് എൻ്റെ ദൈവത്തെ കാണുവാൻ കഴിയും. അതിനുവേണ്ടിയാണ് തൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറയാനുള്ള പരിശോധനകൾ ഉണ്ടായപ്പോൾ, പ്രതികൂലങ്ങൾ ജീവിതത്തിലുണ്ടായപ്പോൾ അതൊന്നും വകവയ്ക്കാതെ താൻ ഈ ഭൂമിയിൽ ഭക്തനായി തന്നെ തുടരുന്നു. അപ്പോൾ യോബിൻ്റെ പുസ്തകം 19 അധ്യായത്തിൽ കണ്ടു, യോബ് ഇത്രയും ഈ കഷ്ടതകളെല്ലാം സഹിച്ചത്, എൻ്റെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും എന്നുള്ള ആ ഒരു പ്രത്യാശയോടുകൂടെയാണ് 19 അധ്യായത്തിൽ എത്തുമ്പോഴും യോബ് പറയുന്നത്. പക്ഷേ ഇവിടെ സാത്താൻ എന്ത് ചെയ്തു? 1 അധ്യായത്തിൽ തന്നെ യഹോവയെ കണ്ടു, യഹോവയോട് സംസാരിച്ചു, ദൈവപുത്രന്മാരുടെ കൂടെ നിന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും സാത്താൻ ഭൂമിയിലാണ്, യോബും ഭൂമിയിലാണ്. പക്ഷെ സാത്താൻ ഇവിടെ സാത്താന്യമായിട്ടൊരു ഭക്തി, ഞാൻ ആ വിഷയം പറയുന്നതിന് വേണ്ടി ആ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളെ എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചത്. സാത്താന്യമായൊരു ഭക്തി. സാത്താന്യമായ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ സമയം ദൈവസന്നിധിയിലും നിൽക്കാം, ദൈവഭക്തന്മാരുടെ കൂടെ നിൽക്കാം, അതേ സമയം തന്നെ ഭൂമിയിലും ഊടാടി സഞ്ചരിച്ചു നടക്കാം. പ്രൈസ് ഗോഡ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യണ്ട. സാത്താന്യ ഭക്തി അല്ലെങ്കിൽ സാത്താനി ഭൂമിയിൽ ആഗ്രഹിക്കുന്നത്, സാത്താനെ സേവിക്കുന്ന അല്ലെങ്കിൽ സാത്താനാൽ പിടിക്കപ്പെടുന്നവരുടെ ജീവിതത്തിൽ, അപ്പം വെറുതെ അല്ലല്ലോ ഈ ഭൂമിയെ സാത്താൻ ഊടാടി സഞ്ചരിക്കുന്നത്. അപ്പം അവൻ്റെ ഭക്തിയെ പ്രചരിപ്പിക്കാൻ അവനെ 10 പേര് ആരാധിക്കണം. അപ്പം അവൻ്റെ എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഊടാടി സഞ്ചരിച്ചാൽ മാത്രം മതി. എവിടെ നിൽക്കാൻ പറ്റും? ഊടാടി സഞ്ചരിച്ചാലും ദൈവപുത്രന്മാരുടെ ഇടയിൽ പോയി നിൽക്കാൻ പറ്റും, ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്. ഭക്തിയുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ആഴമായി ഈ ദൈവഭാഗം വചനം ചിന്തിക്കുമ്പോൾ ഒരു അപകടം നാം മനസ്സിലാക്കണം. ഇന്ന് ഈ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാത്താന്യ ഉപദേശങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഒന്നും ചെയ്യണ്ട, ഊടാടി സഞ്ചരിച്ചാൽ മതി, ദൈവപുത്രന്മാരുടെ അടുത്തുപോയി നിൽക്കാം. പ്രൈസ് ഗോഡ്. സാത്താൻ അതാ ഇന്ന് പഠിപ്പിക്കലുകളിൽ ഇന്ന് എന്താ പറയുന്നേ? യോബിന്റെ പുസ്തകത്തിൽ തന്നെ യോബിനോട് ദൈവം ചോദിക്കുന്ന, അറിവില്ലാതെ ആലോചനയെ ഇരുളാക്കുന്നവൻ ഇവനാരെ? യോബ് സംസാരിച്ച് ഭോഷത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം യോബിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അതിലേറ്റവും ഒരു ഭയങ്കര ചോദ്യമാണ്, ഭക്തനായിരുന്നവൻ ഇങ്ങനെ അവൻ്റെ മനസ്സിൽ ചില വിഷയങ്ങൾ വന്നപ്പോൾ ദൈവനോട്, അറിവില്ലാതെ ആലോചനയെ ഇരുളാക്കുന്നവനാര്? ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ ഇരുന്ന് അല്ലെങ്കിൽ വചനത്തിൻ്റെ ABCD ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ കയറി ഇരുന്ന് ദൈവവചനത്തെ ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിയായ പൊരുൾ പറയാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ അവരുടെ വ്യക്തിപ്രൊഫൈൽ അല്ലെങ്കിൽ അവർക്കുള്ള കഴിവിനെ, പ്രൈസ് ഗോഡ്, നിന്റെ ദൈവവചന ശുശ്രൂഷ കൊണ്ട് നിന്റെ കഴിവിനെ അല്ല നീ പ്രദർശിപ്പിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ഞാനെന്നുള്ള ഭാവത്തെയല്ല നീ പ്രദർശിപ്പിക്കേണ്ടത്, ആ ദൈവവചനത്തെ വചനമായി പ്രദർശിപ്പിക്കട്ടെ. ഞാനോ കുറയണം, അവനോ വളരണം എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാവണം. അപ്പൊ സാത്താന്യമായ പഠിപ്പീരാണ്, ഒന്നും ചെയ്യണ്ട, ഊടാടി സഞ്ചരിച്ചാലും എവിടെ പോകാൻ പറ്റും? ഊടാടി സഞ്ചരിച്ചാലും നമുക്ക് ദൈവത്തിന്റെ സത്യമാണ്, സാത്താന് നിൽക്കാൻ പറ്റി. അവിടെ അങ്ങനെയാണ് ദൈവപുത്രന്മാര് ആ യഹോവയുടെ സന്നിധി ചെന്ന് നിൽക്കാൻ പറ്റിയപ്പോൾ നിന്നപ്പോൾ സാത്താനും അവിടെ ചെന്ന് നിന്നു. അത് മാത്രമല്ല, കർത്താവ് ദൈവം ചോദിച്ച ഉത്തരങ്ങൾക്ക് സാത്താൻ മറുപടി പറയുവാണ്. യോബിനെ പോലും താൻ കണ്ടിട്ടുണ്ട്, യോബ് എൻ്റെ സമകാലികൻ എന്ന് സാത്താൻ അവിടെ പറയുവാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അപ്പോൾ സാത്താൻ അന്ന് തൻ്റെ ഒരു അജണ്ട യോബിന്റെ കാലത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. സാത്താന്യ അക്കാലത്ത് സാത്താന്യ ഉപദേശം എന്ന് പറയുന്നത്
ഊടാടി സഞ്ചരിച്ച് നടക്കുക, ഊടാടി സഞ്ചരിക്കുക. പ്രൈസോൾ. ചില ഉപദേശങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നല്ലോ. എന്താ പറയുന്നേ? ഇവിടെ യോബ് ഊടാടി യോബിന്റെ ഭക്തി പഠിക്കുമ്പോൾ യോബ് അക്കാലത്ത് സാത്താന്റെ ഉപദേശത്തിൽ യോബ് പോയില്ലേ? യോബ് സാത്താന്റെ ഉപദേശം എന്താ? ഭൂമിയിൽ അങ്ങ് ഊടാടി സഞ്ചരിച്ചങ്ങ് ജീവിതം കഴിച്ചാലും നമുക്ക് അങ്ങ് ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നിൽക്കാം എന്ന് പറഞ്ഞ് ചിലപ്പോ അനേകര് പിശാച് വഴിതെറ്റിച്ചു കാണാം ആ തലമുറയിൽ. എന്നാൽ ആ തലമുറയിൽ ദൈവത്തിന്റെ പ്രകാശം ലഭിച്ച യോബിന് മനസ്സിലായി, ഈ സാത്താൻ പറയുന്നത് കേട്ട് ജീവിച്ചാൽ ശരിയാകത്തില്ല. നിഷ്കളങ്കനായി തന്നെ ജീവിക്കണം ഈ ഭൂമിയിൽ, നേരുള്ളവനായി തന്നെ ഈ ഭൂമിയിൽ ജീവിക്കണം, ദൈവഭക്തിയുള്ളവനായി തന്നെ ഈ ഭൂമിയിൽ ജീവിക്കണം, ദോഷം വിട്ടകലുന്നവനായി ജീവിക്കണം, ശുദ്ധീകരണമുള്ളവനായി തന്നെ ജീവിക്കണം, യാഗം കഴിച്ച് നിയമം ചെയ്യുന്ന ഒരു ഭക്തനായി തന്നെ ജീവിതത്തിൽ ജീവിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് യോബിനോട് സാത്താന് ദേഷ്യം തോന്നാൻ കാരണം അവൻ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഭക്തിയോട് ഒന്നും അടുത്തു വരുന്നില്ല യോബ്. അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത്, വെറുതെയാണോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്? അപ്പോൾ സാത്താൻ ഇവിടെ പറയുന്ന വിഷയം, ഞാൻ മുന്നോട്ട് വെക്കുന്ന ഭക്തി അവൻ മുറുകെ പിടിക്കാതെ അവൻ ദൈവത്തിലുള്ള ഭക്തിയും യഥാർത്ഥമായതിനെ മുറുകെ പിടിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്നത്തെ തലമുറയിൽ നാം ഭോഷത്വത്തിന്റെ പിന്നാലെ പോകരുതേ, കെട്ടുകഥകളുടെ പിന്നാലെ പോകരുതേ, വാചാലന്മാരുടെ പിന്നാലെ പോകരുതേ. സാധാന്യമായതിനെ തിരിച്ചറിയൂ, യഥാർത്ഥ ഭക്തിയെ മുറുകെ പിടിക്കൂ. പ്രൈസ് ഗോഡ്. എല്ലാം സിമ്പിൾ എന്ന് പറയുന്ന ഭക്തി സാധാന്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കർത്താവായ യേശു ഒരു പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുമ്പോൾ അവനോട് ആദ്യം പറഞ്ഞത് നിന്റെ പാപം മോചിച്ചിരിക്കുന്നെന്നാണ്. പ്രൈസ് ഗോഡ്. എന്നിട്ട് അവൻ രോഗസൗഖ്യം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ദിവസങ്ങളിൽ പാപം മോചിക്കപ്പെടാതെ കർത്താവ് അവന് രോഗസൗഖ്യം മാത്രം കൊടുത്തെങ്കിൽ അവൻ നിത്യതയിൽ കാണപ്പെടുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിന്റെ ഉദ്ദേശം അവന്റെ പാപത്തെ മോചിച്ച് അവൻ ദൈവരാജ്യത്തിൽ കാണപ്പെടണം. ഇന്ന് രോഗസൗഖ്യം മാത്രം നേടി പലരും ജീവിതം മുന്നോട്ട് തള്ളി നീക്കുകയാണ്. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, രോഗസൗഖ്യം നേടിയില്ലെങ്കിലും പാപക്ഷമയാണ് നമ്മെ നിത്യതയിൽ എത്തിക്കുന്നത്. പ്രൈസ് ഗോഡ്. പാപക്ഷമയില്ലാത്ത രോഗസൗഖ്യങ്ങൾ വെറും പ്രഹസനമാണ്, അത് നമ്മെ നിത്യതയിൽ എത്തിക്കുന്നില്ല. ഇവിടെ സാത്താൻ ആ കാലത്ത് കാഴ്ചവെച്ചത് എന്താ? ഊടാടി സഞ്ചരിച്ചുള്ള ജീവിതം. കാരണം അന്ന് ഈ ഭൂഖണ്ഡം മുഴുവനും മനുഷ്യരിങ്ങനെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സാത്താന് എന്താ? ഭൂമി മുഴുവൻ ഊടാടുന്നത് മനുഷ്യനെ ഊടാടിപ്പിച്ചുകൊണ്ടിരിക്കുക സാത്താൻ പല രീതിയിൽ. അപ്പൊ സാത്താനോടുകൂടെ ഊടാടി സഞ്ചരിക്കാനല്ല, അവിടെ ഇവിടെ ഊടാടി സഞ്ചരിക്കുന്നതൊന്നും ആത്മീയതയല്ല. അപ്പം സാത്താനും പറയാലോ, ഞാൻ ഊടാടി സഞ്ചരിക്കുന്നെങ്കിലും എനിക്ക് ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. അതാണ് പ്രശ്നം. അതാണ് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഈ ഊടാടി സഞ്ചരിക്കുന്നവരും പറയുന്നത് വചനമാണല്ലോ, അവരിലും കുറെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടല്ലോ. സാത്താനെ അപ്പോ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന അവർക്ക് ഇങ്ങനെ ചിന്തിക്കാം, എന്തിനാ ഈ യോബിനെ പോലെ ഈ വെറുതെ ഈ ഭക്തി ഇതിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ സാത്താൻ ഉപദേശമാണല്ലോ നല്ലത്. ഊടാടി സഞ്ചരിച്ചു കഴിഞ്ഞാലും സ്വർഗത്തിൽ പോയി നിൽക്കാൻ പറ്റുന്നു, ദൈവത്തോടുകൂടെ സംസാരിക്കാൻ പറ്റുന്നു. അപ്പൊ സാത്താനല്ലേ ബെറ്റർ? യോബിനെ ആരും തിരഞ്ഞെടുക്കത്തില്ല, യോബിന്റെ വഴി തിരഞ്ഞെടുക്കത്തില്ല. അത് കഷ്ടതയുടെ വഴിയാണ്, അത് കഷ്ടസഹനത്തിന്റെ വഴിയാണ്, കഷ്ടം സഹിക്കുന്ന വഴി. ദൈവഭക്തനായിരിക്കണം, നിഷ്കളങ്കനായിരിക്കണം, ദോഷം വിട്ടകലണം, ശുദ്ധീകരണമുള്ളവനായിരിക്കണം, യാഗം കഴിക്കണം. അപ്പൊ ഈ വഴികളിലൊക്കെ ജീവിക്കുക പ്രയാസം. മറ്റു സാത്താന്റെ വഴിയാണ് കുറച്ചുകൂടെ ഈസി. ഊടാടി സഞ്ചരിച്ചാലും കുഴപ്പമില്ല, ദൈവത്തിന്റെ മുന്നിൽ നിൽക്കാം, ദൈവത്തോട് സംസാരിക്കാം. പ്രൈസ് ഗോഡ്. നാം ഉപദേശങ്ങളിലെ അപകടങ്ങളെ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയണം. സാത്താൻ മുന്നോട്ട് വെക്കുന്ന അവന്റെ കപടഭക്തി കള്ളത്തരങ്ങളെ ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിയണം. ഡുവൽ ക്യാരക്ടർ, രണ്ടു വിധമാകുന്ന മനോഭാവമുള്ളവരെ നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അതൊന്നും ശരിയായ ഭക്തിയല്ല. പ്രൈസ് ഗോഡ്. എന്താ പറയുന്ന, ഒരു മീനിനെ പറ്റി പറയുന്ന കുരുട്ടു മീനിന്റെ സ്വഭാവം എന്താ? പാമ്പിനെ കാണുമ്പോൾ തല, അടുത്ത് മീനിനെ കാണുമ്പോൾ വാല്. ഡുവൽ ക്യാരക്ടർ. അതൊന്നും ദൈവഭക്തിയുടെ നിദാനമല്ല. ലഘുവായിട്ട് നമുക്ക് കടക്കാൻ പറ്റുന്ന ഒന്നല്ല ദൈവരാജ്യം. പ്രൈസ് ഗോഡ്. അപ്പൊ സാധാന്യമായി ഈ വിധമായിട്ടുള്ള ലഘു ഉപദേശങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവജനം തള്ളിക്കളഞ്ഞിട്ട്
യോബിനെ പോലെ യോബ് അവതരിപ്പിച്ച, യോബ് മുന്നോട്ട് വെച്ചൊരു ആത്മീയത്തെ, ആ ഭക്തി, യോബിന്റെ ഭക്തിയെ ഈ ദിവസങ്ങളിൽ മുറുകെ പിടിപ്പാൻ, യോബിനെ പോലെ ഭൂമിയിൽ ഈ തലമുറയിൽ നിഷ്കളങ്കതയോടെ, നേരോടെ, ദൈവഭക്തിയോടെ, ദോഷം വിട്ട് അകന്നുകൊണ്ടും ശുദ്ധീകരണമുള്ളവരായും യാഗം കഴിച്ച് സ്വർഗീയ യാഗമായ യേശുക്രിസ്തുവിന്റെ യാഗത്തോട് വിശ്വസിച്ച യാഗത്തോട് നമ്മെ നിയമത്തിൽ, ദൈവത്തിന്റെ നിയമത്തിൽ ചേർന്ന് ജീവിപ്പാൻ ദൈവം നമ്മെ അല്ലാതെ പിശാചിന്റെ കള്ളപ്പാട്ടിൽ നാം വീണുപോകരുത്, ലഘു ഉപദേശങ്ങളിൽ വീണുപോകരുത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അതിന് യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞു, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ഗോഡ്. അടുത്ത് 5-ാം വാക്യത്തിൽ യോബ് അറിയുന്നു, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. യോബ് പറയുവാണ്, ഇതാണൊരു ഭക്തന്റെ ജീവിതത്തിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭക്തിയോടെ ജീവിച്ച, നേരോടെ ജീവിച്ച പ്രൈസ് ഗോഡ് യോബ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് പറയുന്നു, കർത്താവേ, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ നിന്നെ ഞാൻ കണ്ണാലെ കാണുന്നു. പിശാച് മുന്നോട്ട് വെച്ച കപട ആത്മീയതയിൽ യോബ് വീണുപോയിരുന്നെങ്കിൽ, എൻ്റെ കഷ്ടതകൾ ജീവിതത്തിൽ നേരിട്ടപ്പോൾ യഹോവയെ ത്യജിച്ച് പിശാച് കാഴ്ചവെച്ച യോബിന്റെ തലമുറയിൽ പിശാച് കാഴ്ചവെച്ച ലഘു ഉപദേശത്തിൽ യോബ് വീണുപോയെങ്കിൽ ആ യോബ് കേട്ടിരുന്ന ആ ദൈവസാന്നിധ്യത്തെ യോബിന് തന്റെ കണ്ണാലെ കാണുവാൻ കഴിഞ്ഞില്ല. 19-ാം അധ്യായത്തിൽ അവൻ പറഞ്ഞു, ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് തന്നെ അവനെ കാണും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം കൊണ്ടാണ് തീരുമാനിക്കപ്പെടുന്നത്, നിർണയിക്കപ്പെടുന്നത് നാം സ്വർഗരാജ്യത്തിൽ എത്തുമോ എത്തുകയില്ലയോ എന്നുള്ളത്. പ്രൈസ് ഗോഡ്. പിശാച് അവൻ അല്പസമയമേ ഉള്ളുവെന്നറിഞ്ഞ് ഊടാടി സഞ്ചരിച്ചുകൊണ്ട് ലോകം മുഴുവനും അവന്റെ ഉപദേശവുമായി യാത്ര ചെയ്ത് അനേകരെ തെറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, നാം തെറ്റിപ്പോകരുത് ദൈവജനമേ. അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു, ഇവിടെ അത്ഭുതം നടക്കുന്നു. അയ്യോ, പിശാചിനും ദൈവദൂതന്മാരുടെ ഇടയിൽ നിൽക്കാൻ കഴിയുന്നല്ലോ. അങ്ങനെയും ഈ കാലത്ത് സംഭവിക്കും. ഉപദേശങ്ങളെ ലഘൂകരിക്കുന്നവർ ചിലപ്പോ നമുക്ക് ദൈവദൂതന്മാരുടെ ഇടയിലൊക്കെ നിൽക്കുന്നവരായിട്ടൊക്കെ നമുക്ക് തോന്നും. പ്രൈസ് ഗോഡ്. എന്നാൽ അതൊന്നും ദൈവത്തെ നമുക്ക് കാണാനുള്ള ആ യഥാർത്ഥമായ ദൈവിക അനുഭവങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നില്ല. ഈ ദിവസങ്ങളിൽ 2 ഓപ്ഷൻ നമ്മുടെ മേലുണ്ട്. ഒന്നുകിൽ ഇയ്യോബ് തൻ്റെ തലമുറയിൽ അവതരിപ്പിച്ച, താൻ പ്രാപിച്ച ആ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. അതിത്തിരി കഷ്ടത്തെ, കർത്താവ് പറഞ്ഞതുപോലെ ആമേൻ, ദൈവരാജ്യത്തിൽ കടക്കുന്നത് അത്ര നിസാരമല്ല, കഷ്ടതകളാണ്. നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. പ്രൈസ് ഗോഡ്. എന്നാലും പിശാച് അവതരിപ്പിക്കുന്ന പിശാചിന്റെ ഡുവൽ വ്യക്തിത്വം, പിശാച് ഭൂമിയിൽ ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം നിസാരം. മാനസാന്തരപ്പെട്ടാൽ മതി, എല്ലാം ഓക്കെ. സ്നാനപ്പെട്ടാൽ മതി, എല്ലാം ഓക്കെ. പ്രൈസ്. പിന്നെ അങ്ങ് ഡയറക്റ്റ് ദൈവസന്നിധിയിൽ നിൽക്കാം. ഈ സാത്താനെ പറ്റി പറയുന്ന, സാത്താൻ ഈ ഭൂമിയിൽ ഊടാടിയപ്പോഴും അവൻ സാത്താനായിരുന്നു. അവൻ സ്വർഗത്തിൽ ചെന്നപ്പോഴും ദൈവദൂതന്മാരുടെ ഇടയിൽ ചെന്നപ്പോഴും അവൻ സാത്താനായിരുന്നു. ദൈവം അവനോട് സംസാരിച്ചപ്പോഴും അവൻ സാത്താനായിരുന്നു. നാം സാത്താന്റെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചാൽ, സാത്താന്യമായ ഉപദേശങ്ങളെ, ലഘൂകരിച്ചു കാട്ടുന്ന ഉപദേശങ്ങളെ മുറുകെ പിടിച്ചാൽ, പ്രൈസ് ഗോഡ്, ദൈവത്തിന്റെ മുന്നിൽ നാം സാത്താനോടുകൂടെ നിൽക്കപ്പെടും. ആമേൻ. നമുക്കൊരു രൂപാന്തരം ഉണ്ടാകത്തില്ല. പക്ഷെ ഇവിടെ യോബിന്റെ വിശ്വാസം, എനിക്ക് രൂപാന്തരമുണ്ടാകും, ഞാൻ ദേഹസഹിതനായി എൻ്റെ കർത്താവിനെ കാണും. സാത്താനോടുകൂടെ നിൽക്കാനല്ല, ദൈവസന്നിധിയിൽ കർത്താവിനോടുകൂടെ നിൽക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ഈ തലമുറയുടെ നടുവിൽ, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ യോബിനെ പോലുള്ള അതിമഹത്തായ വിശ്വാസത്തെ
മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ ദൈവം ഈ തലമുറയിൽ നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. നമുക്ക് ചുറ്റും ദൈവം ഒരു വേലി കെട്ടിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. പിശാചിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പിശാച് പോലും അത് അവകാശപ്പെടുന്നു. യോബിനുള്ള സകലത്തിന് ചുറ്റും കർത്താവ് ഒരു വേലി കെട്ടിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്കൊരു വേലി തന്നിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങളുടെ തലമുറകൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ വേലിയില്ലാത്തൊരു വ്യക്തിത്വമല്ല. ദൈവത്തിൽ അവിശ്വസിക്കുന്ന അഭിഷക്തന്മാരുടെ കുടുംബങ്ങൾക്ക്, ഒരു ദൈവവൈതലിന് സ്വർഗം ഒരു പ്രൊട്ടക്ഷൻ ഈ ഭൂമിയിൽ നൽകുന്നുണ്ട്. ശരിയായ ഭക്തിയെ മുറുകെ പിടിക്കുന്നവർക്ക്, പ്രൈസ് ഗോഡ്, കർത്താവിന് വേണ്ടി ആ പ്രത്യാശയോടെ ജീവിക്കുന്നവർക്ക്, പ്രൈസ് ഗോഡ്, ഒരു പ്രൊട്ടക്ഷൻ കർത്താവ് കൽപ്പിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ആ കർത്താവ് ഒരുക്കിയിരിക്കുന്ന മഹത്തരമായ പദവിയിലേക്ക് പോകാൻ നമ്മെ തന്നെ ഒരുക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, നല്ല സമയത്തിനായി സ്തോത്രം. യോബിന്റെ തലമുറയിൽ യോബിന് വെളിപ്പെട്ട സത്യങ്ങൾ, അവൻ നേരുള്ളവനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവനായിരുന്നു. യാഗം കഴിച്ച് ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു ദൈവവേദലായവൻ ജീവിച്ചു. പിശാച് മുന്നോട്ട് വെച്ച ആ ഭോഷ്കിന്റെ ആത്മീയതകളെ തിരിച്ചറിഞ്ഞ്, കപട ആത്മീയതകളെ തിരിച്ചറിഞ്ഞ് ആ തലമുറയിൽ ജീവിച്ച് കർത്താവെ, ദേഹസഹിതനായി അവന് ദൈവത്തെ കാണുവാൻ കഴിഞ്ഞു. പറയുന്നു, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഒത്തിരി പരീക്ഷകൾ, പരിശോധനകൾ, കഷ്ടതകൾ യോബിന്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ അവന്റെ ജീവിതത്തിന്റെ ഡെസ്റ്റിനേഷൻ അസ്വർഗീയമായതിൽ അവസാനിക്കപ്പെട്ടു. പ്രൈസ് ഗോഡ്. 1-ാം അധ്യായത്തിൽ കണ്ട സാത്താനെ പിന്നെ കാണാൻ കഴിഞ്ഞില്ല. അവന്റെ അഡ്രസ് പോലുമില്ല. എന്നാൽ യോബും ദൈവവുമായിട്ടുള്ള ബന്ധം അത് തുടർന്നുകൊണ്ടേയിരുന്നു. അത് ഇന്നും തുടരുന്നു. അത് നിത്യതയിൽ ഇനിയും തുടരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലോകവും അതിന്റെ മോഹവും അഴിയും. എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിച്ചിരിക്കും. ഈ ലോകത്തിന്റെ മോഹത്തിൽ തൽപരരായവർ, സാധാന്യ മണ്ഡലങ്ങൾ, അവൻ വയ്ക്കുന്ന ഉപദേശങ്ങൾ ഈ ലോകത്തോടുകൂടെ അഴിയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടുന്നവനാകയാൽ ഈ ദിവസങ്ങളിൽ കർത്താവെ ലഘൂകരിക്കുന്ന പൈശാചിക ഉപദേശങ്ങളെ ദൈവജനം കണ്ടറിഞ്ഞ്, പ്രൈസ് ഗോഡ്, താൽക്കാലികമായ ഷോകൾ കാണിച്ച്, താൽക്കാലികമായി ചില കാര്യങ്ങൾ കാണിച്ച് ദൈവജനത്തെ വീഴ്ത്തിക്കളയുന്ന പൈശാചിക കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞ് നിന്റെ ജനം ഈ ദിവസങ്ങൾ വിടുതൽ പ്രാപിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല പിതാവേ, ഈ ദിവസങ്ങളിൽ അനേക ഹോസ്പിറ്റലുകളിലായിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവരെ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. അനേകരുടെ ഭാരത്തോടെ ആയിരിക്കുകയാണ്. തലമുറകളെ കുറിച്ചുള്ള ഭാരം. സ്വന്തം വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന എൻ്റെ തലമുറ എവിടെയാണെന്നൊന്നും അറിയാതെ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവരുണ്ട്, സ്വദേശങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അവരെ ആശ്വസിപ്പിക്കണമേ. ലോകം തരാത്തൊരു വലിയ ആശ്വാസം നിന്റെ ജനത്തിന്റെ മേൽ പകരണമേ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ അവർ പ്രാർത്ഥനയിൽ ശക്തന്മാരായി തീരട്ടെ. യോബ് തന്റെ വിശ്വാസത്തിലൂടെ പിശാചിനെ പ്രതിരോധിച്ചതുപോലെ, തന്റെ വിശുദ്ധിയിലൂടെ വേർപാടിനോട് പൈശാചിക ഉപദേശങ്ങളെ പ്രതിരോധിച്ച് ആ തലമുറയിൽ ഒരു ജയമേറ്റെടുത്തതുപോലെ കർത്താവേ, ദിവസങ്ങളിൽ നിന്റെ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ. ഈ ശബ്ദം എവിടെയൊക്കെ ചെന്നെത്തുന്നു, ഈ ശബ്ദം ഏതൊക്കെ കാതുകൾ കേൾക്കുന്നു, അവരെല്ലാം യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടെ കുടുംബങ്ങൾ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ വ്യാകുലപ്പെടുവാൻ ഇവിടെ അനുവദിക്കരുത്. സ്വർഗം അവരെ അനുഗ്രഹിക്കണം. ആരെങ്കിലും ഈ സത്യം അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ അവർ ഈ സത്യങ്ങൾ ഗ്രഹിപ്പാൻ കർത്താവ് അവർക്ക് ബുദ്ധിയും ആലോചനയും പകരും. ദൈവകരങ്ങളിലേക്ക് വിഷയങ്ങളെ സമർപ്പിക്കട്ടെ. ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളിൽ ഈ ദൈവവചന ചിന്തകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാകുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വീണ്ടും പ്രാർത്ഥനയിൽ നമുക്ക് തുടരാം. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ആവശ്യമുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർ വാട്സാപ്പ് എൻ്റെ ഈ നമ്പറുകളിലോ അല്ലെങ്കിൽ ഞാൻ ഇമെയിലിലോ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടെ വ്യക്തിപരമായി നിങ്ങളുടെ പേരും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. വ്യക്തിപരമായി നിങ്ങളെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിങ്ങളോട് ചേർന്ന് നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ കഴിയും. പ്രാർത്ഥനയിൽ, ശുശ്രൂഷയിൽ കടപ്പെട്ടവരെത്ര അന്യോന്യം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ശരിയായ ഉപദേശത്തെ, ഭക്തിയുടെ ഉപദേശത്തെ മുറുകെ പിടിക്കാം. മറ്റുള്ള പൈശാചിക ഉപദേശങ്ങളെ വലിച്ചെറിയാം. ഇതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ